അതെ, വള്ളത്തോൾ. ചെറുശ്ശേരിയല്ല. ആ, ഓക്കെ. ഷുവറാണല്ലോ. അതെ. നിലവിലെ സീതമേനോന് വേലാരാമല്ല. ഉറപ്പാണോ? അതെ, ഉറപ്പാണ് ആണെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു. ഇനിയും ടൈം ബാക്കിയുണ്ട്. വള്ളത്തോൾ. 30 സെക്കൻഡ്സ് ഇനിയുണ്ട്. വള്ളത്തോളാണല്ലോ. വള്ളത്തോൾ. ആധുനിക കവിത്രയാണല്ലോ. ടൈമർ സ്റ്റോപ്പ് ചെയ്യണോ? സ്റ്റോപ്പ് ചെയ്യണം. ചെറുശ്ശേരി അങ്ങനെ ആരൊക്കെയുവാ. ഇതല്ല. ആണല്ലോ. ഷുവറാണല്ലോ. 10. വയലാർ രാമവർമ്മയിൽ ഒന്നുമില്ല. വയലോപ്പിള്ളി ശ്രീധരമേനനിൽ ഒന്നുമില്ല. വെള്ളത്തോൾ നാരായണ മേനനിൽ 4 ലക്ഷമുണ്ട്. ക്വിക്ക് ചേഞ്ച് വേണമോ വേണ്ടയോ? വേണ്ട. 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 ആധുനിക കവിത്രയത്തിന്റെ ഭാഗമായ കവി ഷുവറാണല്ലോ. അതെ. ഷുവർ? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അറിയില്ല. ചേച്ചിയാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളത്തോൾ നാരായണ മേനൻ റൈറ്റ് ആണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. വെള്ളത്തോൾ നാരായണ മേനനിലാണ് 4 ലക്ഷം രൂപ ഇരിക്കുന്നത്. ടോപ്പ് ഓർ ഡ്രോപ്പ്? ആദ്യമായിട്ടല്ലേ ഒരു ആൻസറിന്റെ മുകളിൽ സ്പ്ലിറ്റ് ചെയ്യാതിരുന്നത്. സ്പ്ലിറ്റ് ചെയ്യാതെ വെക്കുന്നത്? ഇനി സ്പ്ലിറ്റ് ചെയ്യാതെ നോക്കണം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ. എങ്ങനെ എനിക്ക് തോന്നുന്നു മറ്റുള്ള ക്വസ്റ്റ്യൻ അപേക്ഷിച്ച് എന്റെ ഒരു ഇതില് ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു കുറച്ചും കൂടി ഡിഫിക്കൾട്ട്. ഇത് ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന കാര്യമായതുകൊണ്ട് കുറച്ചൊരു മെമ്മറി നന്നായിട്ടിരിക്കും തോന്നുന്നു. സോ ആ 4 ലക്ഷം ഇങ്ങനെ മുറുക്കി പിടിച്ചോളൂ. ഇപ്പൊ തിരിച്ചു വരാം. പ്രേക്ഷകർക്കായി ആൻസർ ഓപ്ഷൻസ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു അലോങ് വിത്ത് ദ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സി ബി മലയിൽ, ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പി, ഓപ്ഷൻ സി ലോഹിതദാസ് ആൻഡ് ഓപ്ഷൻ ഡി ഭരതൻ. ചോദ്യം: തനിയാവർത്തനം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആര്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ സി ബി മലയിൽ, ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പി, ഓപ്ഷൻ സി ലോഹിതദാസ് ആൻഡ് ഓപ്ഷൻ ഡി ഭരതൻ. SMS ഐക്കണിന്റെ ഫോർമാറ്റ് AYR സ്പേസ് ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ ഡി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS അയക്കുന്ന നമ്പർ 58585. നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ SMS അയക്കാനുള്ള സമയമുണ്ട്. വിജയികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് 5000 രൂപ വീത സമ്മാനമുണ്ട്. വിജയികൾ ആരാണെന്ന് അറിയാൻ പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ് നെക്സ്റ്റ് ഡേ. ദി വെബ്സൈറ്റ് അഡ്രസ് ഇസ് www.sunnetwork.in/1crore. നിങ്ങൾക്കും കയ്യിലൊരു കോടിയിൽ ഒരു ഭാഗമാവാം. ഓൾ യു ഹാവ് ടു ഡു ഇസ് നമ്മുടെ എല്ലാ എപ്പിസോഡുകളും പതിവായി കണ്ടുകൊണ്ടിരിക്കുക. പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കറക്റ്റ് ആൻസേഴ്സ് SMS അയക്കുക. ഒരു പക്ഷേ 1 കോടി നേടാൻ പോകുന്ന മത്സരാർത്ഥി നാളെ നിങ്ങളാവാം. പൊസിഷൻ നോക്കാം. ഓക്കെ, പൊസിഷൻ 4 questions കഴിഞ്ഞിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5 is next. 3 ചോദ്യങ്ങൾ കൂടിയുള്ളൂ കേട്ടോ നേരിടാൻ. 4 ലക്ഷം ഈ 3 ചോദ്യത്തിലൂടെ ഇങ്ങനെ കടന്നു പോകണം. ജം. Will you do it? തീർച്ചയായും ഞങ്ങൾ ശ്രമിക്കും. 4 lakhs in hand. Categories for question number 5 are തുറമുഖങ്ങൾ, റെയിൽവേ. അറിയോ? റെയിൽവേയിലാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെ അറിയാം. രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെയ്യാം. റെയിൽവേ എടുക്കാം അല്ലേ? എന്താ? റെയിൽവേയാ? റെയിൽവേ. ആൻസർ ഓപ്ഷൻസ് ആർ 1, 2, 3. ചോദ്യം:
പത്തനംതിട്ട ജില്ലയിൽ എത്ര പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻസ് 1, 2, 3. ആലോചിച്ച് തീരുമാനിക്കൂ. Your timer has begun. തിരുവല്ല മാത്രമല്ലേ ഉള്ളൂ. 50 seconds remain. ഒന്നിൽ വയ്ക്കണം, ഒന്നിൽ മാത്രം. അല്ല അതിൽ വയ്ക്കാം അല്ലേ? ചെങ്ങന്നൂർ ഏത് ജില്ലയാ? 30 seconds remain. ചെങ്ങന്നൂർ തിരുവല്ല പത്തനംതിട്ട ജില്ലയാണ്. ചെങ്ങന്നൂർ കോട്ടയം ജില്ലയാണെന്ന് എനിക്ക് തോന്നുന്നു. തിരുവല്ല മാത്രമേ ഉള്ളൂ. വെക്കട്ടെ, പോയപ്പോട്ടെ. ഒന്ന് എന്ന ആൻസർ ഓപ്ഷനിൽ കയ്യിലുള്ള 4 ലക്ഷം വെച്ചിരിക്കുന്നു. 2ൽ ഒന്നുമില്ല, 3ൽ ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. യെസ് ഓർ നോ? വേണ്ട. വേണ്ട. എങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത് ഒന്നാണെന്ന്? തിരുവല്ല മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പത്തനംതിട്ട ജില്ലയിലെ ഒരു ഐഡിയ ഇല്ല. ആക്ച്വലി ഞാൻ ട്രെയിനിൽ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു, എനിക്ക് ചെങ്ങന്നൂരിന്റെ കാര്യത്തിൽ മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ചെങ്ങന്നൂർ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ചെങ്ങന്നൂർ കോട്ടയം ജില്ലയാണെന്ന് തോന്നുന്നു. അത് ഏതോ എന്തായാലും ചെങ്ങന്നൂർ ഓർ തിരുവല്ല, ഇതല്ലാതെ വേറൊരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷെ അതിൽ ഒന്ന് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാന്ന് തോന്നുന്നു. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. 1 എന്ന ആൻസർ ഓപ്ഷൻ 4 ലക്ഷമുണ്ട്. കറക്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇത് ശരിയാണെങ്കിൽ. ബട്ട് ഇഫ് ഇറ്റ് ഇസ് റോങ് നിങ്ങൾക്ക് പോവാം. അത് വേണ്ട. വേണ്ടല്ലോ? വേണ്ട. വെരി ഗുഡ്. ടോപ്പ് ഓർ ഡ്രോപ്പ്? പത്തനംതിട്ട ജില്ലയിൽ എത്ര റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം പറഞ്ഞുതരാം. Let's go for a short break on Vivel Kail Oru Kodi. Are you ready? Welcome back to Vivel Kail Oru Kodi. Are you ready? Powered by Josco Jewellers. Before the break, ചോദിച്ച ചോദ്യം ഇതാണ്: പത്തനംതിട്ട ജില്ലയിൽ എത്ര പ്രധാന റെയിൽവേ സ്റ്റേഷനുകളുണ്ട്? ആൻസർ ഓപ്ഷൻ 1ലാണ് കയ്യിലുള്ള 4 ലക്ഷം വെച്ചിട്ടുള്ളത്. 2ഉം 3ലും ഒന്നുമില്ല. ഡ്രോപ്പിന് മുൻപെയാണ് ബ്രേക്കിന് പോയത്. ലെറ്റ്സ് സീ. നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയിലാണ്. ഇനിയിപ്പോ ഏത് ജില്ലയിലാണോ? രക്ഷപ്പെട്ടു. കൃഷ്ണ. തിരുവല്ല തുണച്ചു. 4 ലക്ഷവുമായി 6ാമത്തെ ചോദ്യം. ആദ്യത്തെ ഡ്രോപ്പ് ഒക്കെ കഴിഞ്ഞപ്പോ തോന്നിയോ 4 ലക്ഷമെങ്കിലും 6ാമത്തെ ചോദ്യം വരെ ബാക്കി ഉണ്ടാവുമായിരുന്നു? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. സോ ഏത് സർക്കാർ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ചെറുതോണി എന്ന സ്ഥലത്ത് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ഡിസ്ട്രിക്ട് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ജോബിന്റെ നേച്ചർ എങ്ങനെയാ? ക്ലറിക്കൽ വർക്കാണ്. ഓക്കെ. ഇപ്പൊ ഞാൻ UD ക്ലർക്കായിട്ടാണ്, അപ്പർ ഡിവിഷൻ ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. പൊസിഷൻ നോക്കാം.
2 ചോദ്യങ്ങൾ കൂടെ നേരിടാനുണ്ട് ഈ 4 ലക്ഷം സ്വന്തമാക്കണമെങ്കിൽ. 6ാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് നോക്കാം. ഓക്കെ, കാറ്റഗറീസ് ഫോർ ക്വസ്റ്റ്യൻ 6 ആർ വിമാനത്താവളം, സുഗന്ധവ്യഞ്ജനം. സുഗന്ധവ്യഞ്ജനം എടുക്കും. സുഗന്ധവ്യഞ്ജനം. സുഗന്ധവ്യഞ്ജനമാണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് നോക്കാം. വേര്, ഇല, മരപ്പട്ട. ചോദ്യം: കറുവ മരത്തിന്റെ ഏതു ഭാഗമാണ് സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻസ്: വേര്, ഇല, മരപ്പട്ട. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. വെക്കലും കഴിഞ്ഞോ? താങ്ക് യു മാം. താങ്ക് യു. 100% confirm. Timer നിർത്തട്ടെ? കറുവമരം. ഓ, വീട്ടിലുണ്ടോ കറുവമരം? സമയം നിർത്തട്ടെ? ഓക്കെ. Okay, stop the timer please. Sure? Sure. 6ാമത്തെ ചോദ്യത്തിന് ഇത്രയും കോൺഫിഡന്റോ? അതെ അതെ. വീട്ടിലൊക്കെ ഒരു കറുവാമരം ഉണ്ട്. അതിൽ അമ്മ ഇങ്ങനെ അത് വരഞ്ഞു വെച്ചിട്ടാണ് അത് പൊളിഞ്ഞു വരുന്നത്. നമ്മളിങ്ങനെ അത് ചെറുതായി പീസാക്കിയാണ് നമ്മൾ യൂസ് ചെയ്യാം. കറുവാമരം വീട്ടിലുണ്ടാവുമായിരിക്കും, പക്ഷെ ചോദ്യം ശരിക്കും വായിച്ചോ? സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നതാണ്. കറുവാപ്പട്ടാന്ന് തന്നെയാണ് പറയുന്നത് തന്നെ. 4 ലക്ഷം രൂപ മരപ്പട്ടയിലാണ് വെച്ചിരിക്കുന്നത്. വേരിൽ ഒന്നുമില്ല, ഇലയിൽ ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. വേണ്ട. ഓക്കെ, കം പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. വേറെന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല, ഇലയിൽ ഒന്നുമില്ല, മരപ്പട്ട. 4 ലക്ഷം. ടോപ്പ് ഓർ ഡ്രോപ്പ്? ശരിയായ ഉത്തരം മരപ്പട്ടയാണ്. മുറ്റത്തെ തൊടിയിലുള്ള കറുവപ്പട്ട മരം രക്ഷിച്ചു അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് ഉദ്യോഗം ഉണ്ടെങ്കിലും കൃഷിയെ കൈവിടരുത്. അതെ. ഇനി ഞങ്ങൾ കുറച്ചുകൂടെ എന്തായാലും കൃഷിക്ക് വേണ്ടി കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും ഉറപ്പായിട്ട്. ആ കറുവ മരത്തിന് എന്റെ ഒരു സ്പെഷ്യൽ ഓഫറിംഗ് കൊടുക്കണേ. ഓക്കെ. 4 ലക്ഷം ഞങ്ങൾക്ക് തരുന്നവര് കറുവ മരം. ഓക്കെ, ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ അവസാനത്തെ ചോദ്യത്തിന് വേണ്ടി. ആൻസർ ഓപ്ഷൻസ് വീണ്ടും ചോദ്യമുണ്ട്. ഓപ്ഷൻസ് ഇതാണ്: എ സിബി മലയിൽ, ബി ശ്രീകുമാരൻ തമ്മി, സി ലോഹിതദാസ് ആൻഡ് ഡി ഭരതൻ. ചോദ്യം ഇതാണ്: തനിയാവർത്തനം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആര്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്: ഓപ്ഷൻ എ സിബി മലയിൽ, ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പി, ഓപ്ഷൻ സി ലോഹിതദാസ് ആൻഡ് ഓപ്ഷൻ ഡി ഭരതൻ. SMS അയക്കേണ്ട ഫോർമാറ്റ് AYR സ്പേസ് ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ ഡി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS അയക്കേണ്ട നമ്പർ 58585. നാളെ ഉച്ചക്ക് 12 മണി വരെ SMS അയക്കാൻ സമയമുണ്ട്. സോ SMS ഉടൻ അയക്കുക. വിജയികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് 5000 രൂപ വീത സമ്മാനമുണ്ട്. വിജയികൾ ആരാണെന്ന് അറിയാൻ അടുത്ത ദിവസം നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഇതാണ്: www.sunnetwork.in/1crore. കയ്യിലൊരു കോടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും പതിവായി കണ്ടുകൊണ്ടിരിക്കുക. പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുക. ഒരുപക്ഷെ 1 കോടി നേടാൻ പോകുന്ന മത്സരാർത്ഥി നിങ്ങളാകാം. പൊസിഷൻ നോക്കാം. ഓക്കെ, പൊസിഷൻ 6 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എവിടെ ഇപ്പൊ ഉള്ളത്? 7ാമത്തെ ചോദ്യത്തി 4 ലക്ഷം ഉണ്ട്. 7ാമത്തെ ചോദ്യത്തില് ഒരു വ്യത്യാസമുണ്ട്. അഗൈൻ അവസാനത്തെ ചേഞ്ച് ആണ്. ഒരു ആൻസർ ഓപ്ഷനും കൂടെ ഞാൻ വെട്ടാൻ പോകുന്നു. 2 ആൻസർ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഒരു ആൻസർ ഓപ്ഷന്റെ മുകളിൽ കാശ് വയ്ക്കാൻ പറ്റുള്ളൂ. സോ കാറ്റഗറീസ് നോക്കാം. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ 7th ക്വസ്റ്റ്യൻ. കാറ്റഗറീസ് ആർ: മാതൃദേശം, പ്രദേശം. ആരുടെയെങ്കിലും മദർലാൻഡ് ആയിരിക്കും. ഇതായിരിക്കും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ കുറച്ച് ഈസി.
മാതൃദേശം ആരുടെ ചോദിക്കുന്നത് എങ്ങനെ അറിയും? പറയാൻ പറ്റില്ല. മറ്റേത് choose ചെയ്യാം. പ്രദേശം. 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 സെലക്ടഡ് കാറ്റഗറി പ്രദേശമാണ്. 2 ആൻസർ ഓപ്ഷൻസേ ഉള്ളൂ. നമുക്ക് നോക്കാം what they are. പഞ്ചാബ്, ഹരിയാന. ചോദ്യം: വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് അടുത്ത് നിൽക്കുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻസ് ഇതാണ്: പഞ്ചാബ്, ഹരിയാന. 4 ലക്ഷമാണുള്ളത്. യുവർ ടൈം has begun. Seconds remaining. Seconds remaining. Seconds remaining. സമയം അവസാനിച്ചിരിക്കുന്നു. 4 ലക്ഷം ഹരിയാനയിലാണ് വെച്ചിരിക്കുന്നത്. ഗസ് ആണോ? അറിയാത്ത ചോദ്യമാണോ? ഗസ് ആണ്. ഗസ് ഫേവറിലാണോ അല്ലയോ? അതറിയില്ല. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് അടുത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏത്? ശരിയായ ഉത്തരമാണെങ്കിൽ തെറ്റായ ഉത്തരമാണെങ്കിൽ പ്ലീസ് സ്റ്റെപ്പ് അപ്പ്, മുന്നോട്ട് വരൂ. പഞ്ചാബ് ശരിയായ ഉത്തരം ആണെങ്കിൽ വിഷമിക്കേണ്ട, സൂര്യ TV നൽകുന്ന 1 lakh rupees ഞാൻ ഈ ഉത്തരത്തിന്റെ മുകളിൽ വെക്കുന്നു. ഇതും ഒരു അഡ്വാൻസ് ആണ്. അതെ, നോക്കാം. ഓക്കെ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ചിരിച്ചിരുന്നോളൂ, എന്നാലേ കിട്ടുള്ളൂ. പഞ്ചാബിൽ 1 ലക്ഷം രൂപ, ഹരിയാനയിൽ 4 ലക്ഷം രൂപ. ടോപ്പ് ഓർ ഡ്രോപ്പ്? ഹരിയാനയിൽ 4 ലക്ഷം രൂപ.